പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് സേവനത്തിന്റെയും വിനയത്തിന്റെയും മാതൃക നമുക്ക് നൽകിയ നമ്മുടെ സ്നേഹസമ്പന്നനായ കർത്താവ് യേശു മിശിഹായുടെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയുടെ എല്ലാ സദസ്യർക്കും അതുപോലെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും ഈ പെസഹ തിരുനാൾ ദൈവാനുഗ്രഹത്തിന്റെ ദിനങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹത്തിന്റെ മക്കൾ മിസ്രദേശത്തേക്ക് പോകുമെന്നും അവിടെ 400 വർഷം അവർ അടിമകളായി കഴിയുമെന്നും പിതാവായ ദൈവം അബ്രാഹത്തോട് പറഞ്ഞു. അതുപോലെ നമുക്കറിയാം 430 വർഷം ഇസ്രായേൽ ജനത ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്നു. 430 വർഷം തികയുന്ന അതേ ദിവസം അവർ അവിടെ നിന്ന് പുറത്തു കടന്നു എന്ന് നമ്മൾ പുറപ്പാടിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ വായിക്കുന്നു. അങ്ങോട്ട് പോയപ്പോൾ വെറും 70 പേർ, എന്നാൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പുരുഷന്മാർ മാത്രം 6 ലക്ഷം. എല്ലാവരും കൂടി ഒരു 20 ലക്ഷത്തോളം ആൾക്കാർ കാണുമെന്നാണ് പറയുന്നത്. ഇത്രയും ആൾക്കാരെ അവിടെ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം മോശയെ അയക്കുകയും, നീസാൻ മാസം അവർക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കും. ആ മാസത്തിന്റെ 10-ാം തീയതി എല്ലാ ഇസ്രായേൽക്കാരും ഓരോരോ ഭവനത്തിന് വേണ്ടി ഓരോരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണമെന്നും, അതുപോലെ 14-ാം തീയതി അവരെല്ലാവരും ചേർന്ന് സ്വന്തം ആട്ടിൻകുട്ടികളെ ബലിയർപ്പിക്കുകയും അതിന്റെ രക്തമെടുത്ത് അവർ ഭക്ഷണം കഴിക്കുന്ന ഭവനത്തിന്റെ ഇരുവശത്തുമുള്ള കട്ടിൽപ്പടികളിലും അതിന്റെ മേൽപ്പടിയിലും രക്തം ലേപനം ചെയ്യണമെന്നും ദൈവം അറിയിച്ചു. അതനുസരിച്ച് അവർ പെസഹ ഭക്ഷിച്ചു. ചെരുപ്പണിഞ്ഞ് അരമുറുക്കി കയ്യിൽ അവരുടെ വടികൾ പിടിച്ചുകൊണ്ട് എഴുന്നേൽറ്റ് നിന്ന് അതിവേഗത്തിൽ ഭക്ഷിക്കുവാനാണ് പറഞ്ഞത്. കാരണം 430 വർഷത്തെ കഠിനമായ പീഡനത്തിന് ദൈവം അവർക്ക് പ്രതിഫലം നൽകുകയാണ്. അവരെ അവിടുന്ന് മോചിപ്പിക്കാൻ പോവുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് അവരെ ധനികരാക്കി മിസ്രദേശത്തെ ലൂട്ട് ചെയ്തുകൊണ്ട് അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. ഈ പെസഹ കുഞ്ഞാടിന്റെ ബലിയുടെ ഓർമ്മ വർഷാനുവർഷം ആഘോഷിക്കണമെന്നും ഇതിന്റെ ചരിത്രം ഇതെന്തിനാണ് ആഘോഷിക്കുന്നതെന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണമെന്ന് അതേ അധ്യായത്തിൽ മോശ ജനങ്ങളെ അറിയിക്കുന്നു. അങ്ങനെ കർത്താവ് യേശു മിശിഹ ഇസ്രായേൽ വംശത്തിൽ യഹൂദ ജനത്തിൽ ജനിച്ച ദൈവപുത്രൻ തൻ്റെ ജീവിതത്തിന്റെ സായംകാലമായപ്പോൾ കുഞ്ഞാടിന്റെ ശരീരം ഭക്ഷിക്കുന്ന ആ പെസഹ തിരുനാളിൽ യോഹന്നാനും പത്രോസും ചന്തയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന ആ അപ്പവും, അതുപോലെ നസറത്തിൽ നിന്ന് അവിടുത്തോടൊപ്പം ജെറുസലേമിലേക്ക് കയറി വന്ന പരിശുദ്ധ അമ്മയും മറ്റു ഭക്തസ്ത്രീകളും ഒരുക്കി വെച്ച മറ്റു ഖാദ്യപദാർത്ഥങ്ങളും അവർ ഭക്ഷിക്കുന്ന ആ സമയത്ത് കർത്താവ് അവിടെ പുതിയൊരു പെസഹ, പുതിയൊരു പുറപ്പാടിന് കർത്താവ് തുടക്കം നൽകി. കുഞ്ഞാടിന്റെ ശരീരത്തിന് പകരം അപ്പം സ്വന്തം ശരീരമായി അവർക്ക് നൽകുകയും കുഞ്ഞാടിന്റെ രക്തത്തിന് പകരം അവർ കുടിച്ചിരിക്കുന്ന വീഞ്ഞ് തന്റെ രക്തമായി അവർക്ക് നൽകുകയും ചെയ്തു. ഇതിനെത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പരസ്യജീവിതത്തിന്റെ ആരംഭകാലത്ത് ഈശോ ഈ രഹസ്യങ്ങൾ കഫർനഹൂമിലുള്ള സിനഗോഗിൽ വെച്ച് അവരെ പഠിപ്പിച്ചിരുന്നതിനാൽ ശിഷ്യന്മാർ ഒരു സംശയവും കൂടാതെ യേശുവിന്റെ ശരീരരക്തങ്ങൾ അവന്റെ തിരുക്കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നു. ഇതിന് ഒരുക്കമായി ഈശോ അവരുടെ പാദങ്ങൾ കഴുകുന്നു. പത്രോസ് തൻ്റെ കാല് കഴുകാൻ ഈശോയെ നിരസിക്കുന്ന സമയത്ത് ഈശോ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. ഈശോയുടെ രക്ഷാകര കർമ്മത്തിന്റെ ഫലത്തിൽ നമുക്ക് പങ്കുണ്ടാകണമെങ്കിൽ അവൻ നമ്മളെ കഴുകണം. പത്രോസ് പറഞ്ഞു, എങ്ങനെയെങ്കിലും എന്നെ മൊത്തമായി കഴുകുക, കാല് മാത്രമല്ല. ഈശോ പറഞ്ഞു, സ്നാനം കഴിഞ്ഞ് വന്നിരിക്കുന്നവന് കാലുകൾ മാത്രം കഴുകിയാൽ മതി. അതെ, ജ്ഞാനസ്നാനത്തിലൂടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് പുതിയ സൃഷ്ടിയായി തീർന്ന നമുക്ക് ചെറിയ ചെറിയ പാപങ്ങൾ ഉണ്ടെങ്കിൽ അവ നമുക്ക് കുമ്പസാരത്തിൽ ഏറ്റു പറയാം, ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും. അതുകൊണ്ടാണ് വചനവേദിയോ ബലിവേദിയോ എത്തുന്നതിന് മുൻപ് നമുക്ക് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു കുമ്പസാരത്തിന്റെ വേദിയുണ്ട്.
ആ കുമ്പസാരം എന്ന ആ വേദിയിലൂടെ കഴുകി നമ്മെ ശുദ്ധിയാക്കിയതിനു ശേഷമേ നമ്മൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ പാടുള്ളൂ. എന്നാൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ലോകത്തിൽ സാത്താൻ പൂജകൾ നടക്കുകയും വിശുദ്ധ കുർബാന ഏറ്റവും കൂടുതലായി അപമതിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഈ സമയത്ത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ചെറിയ മക്കളായ നമുക്ക് വളരെയധികം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഈശോ കാല് കഴുകിയതിന് പല അർത്ഥങ്ങളുണ്ടെങ്കിലും ഒന്ന്, ഈശോ പറഞ്ഞതുപോലെ നിങ്ങളുടെ നാഥനും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയെങ്കിൽ നിങ്ങൾ പരസ്പരം കാലുകൾ കഴുകുവിൻ. സേവിക്കപ്പെടുവാനല്ല മനുഷ്യപുത്രൻ വന്നത് സേവനം ചെയ്യാനും അനേകരുടെ ജീവന് മൂല്യമായി തന്റെ ജീവൻ അർപ്പിക്കുവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ അഭിഷിക്തരായ വൈദികരും വൈദിക ശ്രേഷ്ഠന്മാരും ഇന്ന് സഭയിൽ വിശുദ്ധ കുർബാനയ്ക്ക് വിശേഷ്യ നമ്മുടെ സിറോ മലബാർ സഭയിൽ അവിശുദ്ധമെന്ന് പ്രഖ്യാപിച്ച അതേ കുർബാന ഇന്ന് എല്ലായിടങ്ങളിലും ചെല്ലുന്നു. അയോഗ്യമായ രീതിയിൽ ബലി അർപ്പിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ ശിക്ഷാവിധിയായിരിക്കും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും എന്ന പൗലോസ്ലിഹായുടെ വലിയ ആഹ്വാനം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു പുതിയ പുറപ്പാടിനായി നമ്മൾ പുറപ്പെടുക. അതാണ് പ്രാർത്ഥനയിലൂടെ സഭയ്ക്ക് വേണ്ടി ഈ പെസഹ വ്യാഴാഴ്ച അതുപോലെ ഈ തിരുവാരത്തിലെ തിരുക്കർമ്മങ്ങളിൽ നമ്മുടെ സിറോ മലബാർ സഭയിലെ സഭാ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈസ്റ്ററിന് മുമ്പ് കർത്താവ് നമുക്ക് നല്ലൊരു സന്ദേശം കേൾക്കുവാൻ കർത്താവ് നമുക്ക് ഇടവരുത്തട്ടെ. പുതിയ ഒരു ജീവിതത്തിലേക്ക് ഈ കാലത്തുള്ള എല്ലാ കുറ്റങ്ങളും കുറവുകളെയും അതിജീവിച്ചുകൊണ്ട് മരണത്തെ ജയിച്ച മൃത്യുഞ്ജയായ ഈശോയുടെ ആ പുനരുത്ഥാന നാളിലേക്ക് വരുമ്പോഴെങ്കിലും നമ്മുടെ സഭയിലെ വിശുദ്ധ കുർബാന ഈശോ ആഗ്രഹിച്ച രീതിയിൽ അർപ്പിക്കുന്നതിന് എല്ലായിടങ്ങളിലും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയിലെ എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ശംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.